Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. പോത്തുകൽ കവളപ്പാറ മുത്തപ്പൻകുന്ന് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴും ഇരകളായവർ അതിജീവന പാതയിൽ. 2019 ആഗസ്റ്റ് 8 മലയോര മേഖലയിലെ നടുക്കിയ കവളപ്പാറ പാതാർ ദുരന്തങ്ങൾ ഉരുൾപൊട്ടലിന്റെയും പ്രളയത്തിന്റെയും രൂപത്തിൽ നാടിനെ വിഴുങ്ങിയത്. കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി താഴ്വാരത്ത് അധിവസിച്ചിരുന്ന 45ഓളം വീടുകൾ മണ്ണിനടിയിലായി. രാത്രി 8 മണിയോടെയുണ്ടായ ദുരന്തത്തിൽ ഓടി രക്ഷപ്പെടാൻ പോലുമാകാതെ 59 ജീവനുകൾ മുത്തപ്പൻകുന്നിന്റെ വിരിമാറിൽ പുതഞ്ഞുപോയി. 20 ദിവസത്തോളം നീണ്ടുനിന്ന തിരച്ചിലിൽ 48 മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി. 11 ജീവനുകൾ മുത്തപ്പൻകുന്നിന്റെ മടിത്തട്ടിൽ ഇപ്പോഴും കാണാമറയത്തായുണ്ട്. ഒരു കുടുംബത്തിലെ തന്നെ 4ഉം 5ഉം അംഗങ്ങൾ പോലും ദുരന്തത്തിനിരകളായി. ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടുകൾ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ തോരാക്കണ്ണീരിന് കാരണമായി. മാതാപിതാക്കളും ഭാര്യയും മക്കളും സഹോദരങ്ങളും ബന്ധുക്കളും സ്വന്തമായുണ്ടായിരുന്ന മണ്ണും കാലങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയവയും മണ്ണിനടിയിൽ പുതഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയത് കുറച്ചു പേർക്കു മാത്രം. കവളപ്പാറ ഊരിലേതടക്കം 45 വീടുകളാണ് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായത്. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് 10 ലക്ഷവും ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാൻ 10 ലക്ഷവും വീതം സർക്കാർ ധനസഹായം നൽകി. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കായി പോത്തുകല്ലിൽ 24 വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകി. വ്യവസായി MA യൂസഫ് അലി 33 വീടുകൾ ദുരന്തബാധിതർക്കായി നിർമ്മിച്ചു നൽകി. കവളപ്പാറ നഗറിലെ 27 കുടുംബങ്ങൾക്ക് ഉപ്പട ആനക്കല്ലിൽ ഭൂമി വാങ്ങി പോത്തുകൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു. ദുരന്തം നടന്ന് 4 വർഷം പൂർത്തിയായപ്പോഴാണ് ഇവരുടെ പുനരധിവാസം സാധ്യമായത്. വിവിധ സന്നദ്ധ സംഘടനകളും കവളപ്പാറ ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. അപകട സാധ്യതാ മേഖലയായി ജിയോളജി വിഭാഗം ഈ പ്രദേശത്തെ പ്രഖ്യാപിച്ചതിനാൽ ഇവിടെ നിന്നും മാറിപ്പോകേണ്ടി വന്ന കുടുംബങ്ങൾക്കും സർക്കാർ ധനസഹായം നൽകി. ഇതോടൊപ്പം പാതാർ, ഗർഭം കലക്കി, തേൻപാറ മലകളിലെ ഉരുൾപൊട്ടലിൽ ഇഴുവാത്തോട്ടിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 10ഓളം വീടുകൾ തകരുകയും പാതാർ ടൗൺ നാമാവശേഷമാവുകയും ചെയ്തു. ദുരന്തത്തിനിരകളായവർ പോത്തുകൽ, എടക്കര, ചുങ്കത്തറ, വണ്ടൂർ എന്നീ പഞ്ചായത്തുകളിലേക്ക് ചേക്കേറി. ചിലർ പിറന്ന മണ്ണിനെ കൈവിടാനാകാതെ അവിടെ തന്നെ തുടരുന്നു. സകലതും നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിൽ നിന്നും പലരും നാളിതുവരെ മോചിതരായിട്ടില്ല. സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നൽകിയ നഷ്ടപരിഹാരങ്ങൾ ഏറ്റുവാങ്ങി വിവിധയിടങ്ങളിലായി പൊതുജീവിതം കെട്ടിപ്പടുക്കുമ്പോഴും ദുരന്ത സ്മരണകൾ ഇവരെ വേട്ടയാടുകയാണ്. ഈസ്റ്റ് ലൈവ്, എടക്കര.